നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി. പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം നടക്കുക. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും ചർച്ചയാകും. ക്യാമ്പസുകളിൽ നിന്നടക്കം ലഹരി പിടികൂടുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളും ചർച്ച ചെയ്യും എന്നാണ് വിവരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ലാബിൽ നിന്നും ആക്രിക്കാരൻ സാമ്പിൾ കൈക്കലാക്കിയ സംഭവത്തിൽ ജീവനക്കാരനെതിരെ നടപടി. ഹൌസ് കീപ്പിംഗ് വിഭാഗം ഗ്രേഡ് 1 ജീവനക്കാരൻ അജയ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മറ്റു പരിശോധനകൾക്കായി രോഗികളിൽ നിന്നും ശേഖരിച്ച ശരീരഭാഗങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പത്തോളജി ലാബിൽ എത്തിച്ചപ്പോഴാണ് മോഷണം പോയത്. പത്തോളജി ലാബിലേക്കും മൈക്രോബയോളജി ലാബിലേക്കുമായി ആശുപത്രി ആംബുലൻസിൽ അറ്റൻഡർ എത്തിച്ച 17 സാമ്പിൾ സ്റ്റേക്കേസിന് സമീപം വെച്ച ശേഷം മടങ്ങുകയായിരുന്നു. പരിശോധനയ്ക്കായി ലാബ് ജീവനക്കാർ എത്തിയപ്പോൾ സാമ്പിളുകൾ കണ്ടില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആക്രിക്കാരൻ സാമ്പിളുകൾ മോഷ്ടിച്ചതായി മനസ്സിലാക്കിയത്. ചെന്നൈയിൽ അമ്മയ്ക്ക് സമീപം ഉറങ്ങിക്കിടന്ന 2 വയസ്സുള്ള മകളെ പീഡിപ്പിച്ച ശേഷം വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച യുവാവിന്റെ ക്രൂരത. തിരുച്ചിറപ്പള്ളിയിൽ ഇന്നലെ പുലർച്ചെയാണ് സംഭവം. കുട്ടിയെ ടെറസിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത്. കുട്ടി കണ്ണു തുറന്നതോടെ പിതാവ് കുട്ടിയെ വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച ശേഷം വീണ്ടും ഉറങ്ങി. അരമണിക്കൂർ കഴിഞ്ഞ് ഉണർന്ന അമ്മ മകളെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾക്കൊപ്പം തിരച്ചിൽ ആരംഭിച്ചു. കുട്ടിയുടെ പിതാവും ഇവർക്കൊപ്പം തിരഞ്ഞു. വാട്ടർ ടാങ്കിന് സമീപം വസ്ത്രം കണ്ടതിനെ തുടർന്ന് പരിശോധിച്ചപ്പോൾ കുട്ടി അബോധാവസ്ഥയിലായിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. ബൈക്കിലെത്തിയ സംഘം സ്വർണ്ണക്കടകളിലേക്ക് ആഭരണം നൽകുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിച്ച് 75 പവനോളം സ്വർണം തട്ടിയെടുത്തെന്ന പരാതിയിൽ ദുരൂഹത. സംഭവം നാടകമാണെന്നാണ് പോലീസിന്റെ സംശയം. പരാതിക്കാരനായ ശിവേഷിനെയും സഹോദരൻ ബെൻസിനെയും പോലീസ് പിടികൂടി. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കവർച്ച ചെയ്യപ്പെട്ട മുഴുവൻ സ്വർണവും പോലീസ് കണ്ടെടുത്തു. സ്വർണം തട്ടിയെടുത്ത ബലമ്പൂർ സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് മുഴുവൻ സ്വർണവും കിട്ടിയത്. ലഹരി ഉപയോഗം കണ്ടെത്തുവാൻ കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന. 2 ഗ്രാം കഞ്ചാവ് പിടികൂടി. PGയിൽ നിന്നും ഒരാളെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ വിദ്യാർത്ഥിയാണോ എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ നിന്നും വലിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുവാൻ സിറ്റി പോലീസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് കുസാറ്റിന് പുറത്തുള്ള സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ ഒത്തുകൂടുന്ന ഇടത്തും പോലീസ് പരിശോധന നടത്തുന്നത്. മലപ്പുറം ഒതുക്കുങ്ങലിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. MDMAയ്ക്ക് പകരം കർപ്പൂരം നൽകിയെന്നാരോപിച്ചാണ് ഏറ്റുമുട്ടലുണ്ടായതെന്നാണ് വിവരം. എന്നാൽ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്തിയില്ല. ഒതുക്കുങ്ങൽ പെട്രോൾ പമ്പിന് സമീപമാണ് സംഭവം. വിവരമറിഞ്ഞെത്തിയ തങ്ങൾക്ക് മുന്നിൽ വെച്ചും യുവാക്കൾ ഏറ്റുമുട്ടിയെന്ന് ഒതുക്കുങ്ങൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ കരീം പറഞ്ഞു. പമ്പിന്റെ മുന്നിൽ വെച്ച് 3 പേര് അടികൂടുന്നത് കണ്ട നാട്ടുകാർ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. തടഞ്ഞു നിർത്തി എന്താണ് സംഭവമെന്ന് അന്വേഷിച്ചപ്പോൾ MDMA എന്ന് പറഞ്ഞ് കർപ്പൂരം നൽകി എന്ന് വ്യക്തമാക്കുകയായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇവരെ ചോദ്യം ചെയ്തു. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ സർക്കാർ പ്രഖ്യാപിച്ച പട്ടികയ്ക്കെതിരെ ദുരിതബാധിതർ രംഗത്ത്. പട്ടികയിൽ നിന്നും അർഹതപ്പെട്ടവരെ അവഗണിച്ചു എന്നാണ് പരാതി.
പൂർണ്ണമായും വീട് തകർന്നവരുടെ പേരുകൾ ഇല്ലെന്ന് ദുരന്തബാധിതർ പറയുന്നു. വയനാടിനെ പോലെ വിലങ്ങാടിനെയും ചേർത്ത് പിടിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. എന്നാൽ അതിജീവിക്കുന്ന വിലങ്ങാടൻ ജനതയെ അവഗണിക്കുന്നു എന്നാണ് ദുരിതബാധിതരുടെ പരാതി. നാസയുടെ ക്രൂ 10 ബഹിരാകാശ യാത്രികരുമായി പോയ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. സുനിത വില്യംസും ബുഷ് വിൽമോറും അടക്കമുള്ള 7-അംഗ സംഘം ക്രൂ 10-ലെ 4 പേരെ സ്വീകരിച്ചു. നാസയും സ്പേസ് എക്സും സംയുക്തമായാണ് ദൌത്യത്തിന് നേതൃത്വം നൽകുന്നത്. കമാൻഡർ ആനി മക്ലന്റെ നേതൃത്വത്തിൽ നിക്കോളെ അയേഴ്സ്, ജപ്പാന്റെ ടക്കുയു ഒനിഷി, റഷ്യയുടെ കിരിൽ പെസ്കോ എന്നിവരാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത്. ക്രൂ 10 എത്തിയതോടെ മുൻ ദൌത്യസംഘമായ ക്രൂ 9 ഭൂമിയിലേക്ക് മടങ്ങാം. 9 മാസത്തിലേറെയായി ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിത വില്യംസും ബുഷ് വിൽമോറും ഇവർക്കൊപ്പം തിരിച്ചെത്തും എന്നാണ് ദൌത്യത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.